ചേട്ടന്റെ ആദ്യത്തെ സീരിയൽ സ്ത്രീ അല്ലല്ല, സ്ത്രീ പിന്നീടാണ്. ആണോ? ഞാൻ ഈ അറിയപ്പെടുന്ന വിക്കിപീഡിയ പറയുന്നത് സ്ത്രീയാണെന്നാണ്. വിക്കിപീഡിയക്ക് എന്തറിയാം. അല്ല, അപ്പോൾ അതായത് സ്ത്രീ പിന്നീടാണ് ചെയ്യുന്നത്. അത് ആണോ? ഈ മോഹനവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനു മുമ്പേ ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അറിയപ്പെടുന്നത് മോഹനത്തിലാണ്. ഉം. എനിക്കൊണ്ട് സൂര്യ ടി വിയിൽ ആദ്യത്തെ 10 മണി എന്നൊരു സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്ന നമ്മളാണ്. ഉം. അമാവാസി എന്നൊരു സീരിയൽ, ആദ്യത്തെ ഹൊറർ മലയാളത്തിലെ ഞാൻ ആദ്യത്തെ. ചോദിക്കട്ടെ, മറ്റേ പെറ്റിക്കോട്ട് ഇട്ട പ്രേതമുള്ള കുഞ്ഞു പ്രേതമുള്ള അതാണോ? അത് പിന്നീട് നിഴലുകൾ, അത് കുറച്ച് നിഴല്. ആ, നിഴലായിരുന്നു. അത് ഓക്കെ ഓക്കെ. അത് എന്റെ പകലായിരുന്നു. ദൈവമേ, എന്റെ അത് പകലായിരുന്നു. ആ ഞങ്ങൾ രാത്രി, ഞാൻ പറഞ്ഞ പുതിയ സ്ലോട്ട് ഓപ്പൺ ചെയ്ത കാര്യം പറഞ്ഞു. ഈ 10 മണി ഒരു സാധനം ഇല്ലായിരുന്നല്ലോ. ആ അപ്പോൾ അത് അമാവാസി എന്ന് പറഞ്ഞിട്ട് ബഷീർ സാറിൻ്റെ അനന്തപുരി, അത് മുകേഷ് ചേട്ടന്റെ സിസ്റ്റർ അഭിനയിച്ച സീരിയല്. അത് കാളിദാസ കലാന്തരത്തിൻ്റെ ഒരു സീൽ ഉണ്ടായിരുന്നു. ഓക്കെ. അത് എനിക്ക് ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിനെ ഓർമ്മയുണ്ട് അന്ന് കണ്ടത്. നമ്മളെ ട്രോമറ്റൈസ്ഡ് ആക്കി. അന്ന് ഹൊറർ എന്നൊക്കെ പറയുമ്പോ ആ ലെവലാണല്ലോ. അമാവാസി നാളിൽ നിശാഗന്ധി പൂത്തു. ഓക്കെ, ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് മറ്റു സീരിയലൊക്കെ വരുന്നത്. ആ. അതൊക്കെ ഏകദേശം സമയങ്ങളൊക്കെ ഒന്നാണ്, പക്ഷെ ആദ്യം വരുന്നത് ഇതായിരുന്നു. ഉം, ഉം, ഉം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു കാലത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത്രയും വർഷമായിട്ട് നമുക്കൊരു ഒരു താഴ്ചയില്ലാതെ, ഞങ്ങൾ ഭയങ്കര ഉയരത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ നിലനിന്ന് പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെ. ഇപ്പം പലരും ഒരു അഭിനയ മോഹമൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും സിനിമയായിരിക്കും. ചേട്ടനും ആദ്യം സിനിമയിലേക്കായിരുന്നോ ട്രൈ ചെയ്തത്? എന്നിട്ടാണോ, എങ്ങനെയാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത്? അതെ, ആക്ച്വലി നമുക്ക് അത് ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വളരെ ചെറിയ കാലം മുതൽ തന്നെ അഭിനയത്തോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഈ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ക്ലബ്ബുകളിൽ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഓണത്തിനാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി പാട്ട് പാടുക, കഥാപ്രസംഗം പറയുക, ഇതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. ഇവിടെ ഒരു മൈക്ക് വെച്ച് കെട്ടിയാൽ ഞാൻ അവിടെ പോയി പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അഭിനയം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അഭിനയിക്കാനൊക്കെ, ചെറിയ കുഞ്ഞു നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു കൊടുക്കും, നാട്ടുപ്രദേശ ക്ലബ്ബുകളിലൊക്കെ നടക്കുന്ന നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക. അങ്ങനെ വന്നൊരാളായതുകൊണ്ട് തന്നെ അഭിനയം ഭയങ്കര മോഹമായിരുന്നു. അന്ന് ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലെ സിനിമ തന്നെയാണ് ലക്ഷ്യം. പക്ഷെ സിനിമ ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഈ 2000-ൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ദോസ്തിലും ഈ ശിങ്കാരി ബോലാൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് സീരിയൽ തരുന്ന ഒരു, അതായത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ സീരിയലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ 10 ദിവസം ഷൂട്ടെന്ന് പറഞ്ഞാൽ 10 ദിവസം നമുക്ക് ഷൂട്ട് കാണും. സിനിമ 10 ദിവസം ഷൂട്ടെന്ന് ഞാൻ ചിലപ്പോൾ ആ 10 ദിവസം ഷൂട്ട് കാണൂല ചിലപ്പോൾ. കാരണം നമുക്കത് ഉറപ്പിച്ച്, കാരണം അത് അവിടെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞു പോകും. സീരിയൽ പിന്നെ അങ്ങനെ മാറി മറിയാൻ പറ്റില്ല. കാരണം പറയുന്ന സമയത്ത് എപ്പിസോഡ് കൊടുത്തില്ലെങ്കിൽ പണി പാടുന്നുള്ളതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ആ ഡേറ്റ് ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. അപ്പം നമ്മൾ സേഫ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കണക്ക് തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ എടുത്താൽ ഒരു 10-25 പേരുടെ പേര് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ആ നായകന്മാരുടെ പേരായിരിക്കും പറയുന്നത്. ഒരു നായകൻ മാത്രമല്ല ഒരു സിനിമയിലുള്ളത്, അതിന് താഴെയുള്ള 10-25 കഥാപാത്രങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ നായകനെക്കാളും പ്രാധാന്യമുള്ളവരും ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ താഴേക്ക് കഥാപാത്രത്തിനനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ച് ആർട്ടിസ്റ്റിലുണ്ടാവും. ഇവർക്കൊക്കെ കിട്ടുന്ന വേതനം എത്രത്തോളം ഉണ്ടാവും? ഒരുപക്ഷെ നല്ല രൂപ കിട്ടിയാൽ തന്നെ ഒരാൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി വെച്ചോളൂ. അങ്ങനെ ഒരു വർഷം പോകണമെങ്കിൽ ഈ ഒരു സിനിമ മാത്രം മതിയോ? അപ്പോൾ ഇത് നമ്മൾ ഈ സീരിയലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ നമുക്ക് സർക്കാർ ശമ്പളം പോലെ വന്നുകൊണ്ടിരിക്കും പൈസ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ സേഫാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും പ്രതീക്ഷയും കൊതിയും ആഗ്രഹവും ഒക്കെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരിടത്ത് പെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഏകദേശം ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇത് കളഞ്ഞിട്ട് പോയാൽ അവിടെ ഉറപ്പില്ല നമുക്ക്, അവിടെ തിരിച്ചു വരുമ്പോൾ ഇത് എന്തായാലും പിന്നെ കാണുകയില്ല. അപ്പം പിന്നെ മൊത്തത്തിൽ സ്ട്രഗിൾ ആയിപ്പോവും. അപ്പോൾ ബുദ്ധിപരമായി നീക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.